എല്ലാവർക്കും ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനു മുമ്പ് ഇതുവരെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ്സിലോട്ട് വരിക. അതുപോലെ തന്നെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇക്വേഷൻ എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം വീഡിയോസ് കാണുക. അത് പഠിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. The price of 2 pens and 3 notebooks is 110 rupees. എന്താ പറഞ്ഞേക്കുന്നത്? 2 പേനയുടെയും 3 നോട്ട്ബുക്കിന്റെയും വില എത്രയാ? 110 rupees. And the price of 2 pens and 5 notebooks is 170 rupees. 2 പേനയുടെയും 5 നോട്ട്ബുക്കിന്റെയും വില 170 rupees ആണ്. അങ്ങനെയാണെങ്കിൽ what is the price of pen and a notebook എന്നാണ് ക്വസ്റ്റ്യൻ. സോ പ്രൈസ് ഓഫ് എ പെൻ നമ്മൾ എത്രയെന്ന് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. പ്രൈസ് ഓഫ് നോട്ട്ബുക്കിന് നമ്മൾ y എന്നും കൊടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 2 pen 2x പ്ലസ് 3 notebooks എങ്ങനെ എഴുതാം? 3y ഈക്വൽ ടു 110 എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. Then എന്താ? പ്രൈസ് ഓഫ് 2 pens and 5 notebooks is 170 rupees. അതിനെ എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 2 pens and 5 notebooks 2x plus 5y equal to 170. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തെടുത്തല്ലോ. ഇനി സോൾവ് ചെയ്യാമല്ലോ. 2x ഉണ്ട്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. ഇവിടെ സെയിം സൈൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കി എന്തുണ്ട്? 3y മൈനസ് 5y ഈക്വൽ ടു 110 മൈനസ് 170. 3y മൈനസ് 5y എത്രയാണ്? മൈനസ് 2y ഈക്വൽ ടു 110 മൈനസ് 170 എന്ന് പറയുന്നത് മൈനസ് 60. സോ y ഈക്വൽ ടു മൈനസ് 60 ഡിവൈഡഡ് ബൈ മൈനസ് 2. മൈനസ് കൂടി പ്ലസ് ആകും. 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 30. സോ വൈയുടെ വാല്യൂ 30 എന്ന് കിട്ടി. അതായത് നോട്ട്ബുക്കിന്റെ പ്രൈസ് ₹30 ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടും? 2x പ്ലസ് 3y ഈക്വൽ ടു 110. 2x പ്ലസ് 3 into 30 equal to 110. 2x plus 3 into 30 90 equal to 110. So 2x എന്ന് പറയുന്നത് എത്രയാ? 2x is equal to 110 minus 90. That is 2x is equal to 20. x is equal to 10. അപ്പൊ x ന്റെ വാല്യൂ 10 എന്ന് കിട്ടി. അപ്പൊ പ്രൈസ് ഓഫ് പെൻ എത്രയാ? പ്രൈസ് ഓഫ് പെൻ is equal to rupees 10 എന്നും കിട്ടി. അതുപോലെ പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് y എത്രയാ? പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് ഈക്വൽ ടു rupees 30. മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് 3 പെൻസിൽ ആൻഡ് 4 പെൻസ് ഈസ് 66 rupees. 3 പെൻസിലിന്റെയും 4 പെന്നിന്റെയും കൂടെ ഉള്ള വില 66 rupees and price of 6 pencils and 3 pens is 72 rupees. 6 പെൻസിലിന്റെയും 4 പെൻസിന്റെയും കൂടെ വില എത്രയാണ്? 72 rupees എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും വില എത്രയാണ്? വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് പെൻസിലിന് നമ്മൾ എക്സ് എന്നും പ്രൈസ് ഓഫ് പെന്നിന് നമ്മൾ y എന്നും കൊടുക്കുന്നു. ഇനി ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. 3x പ്ലസ് പ്രൈസ് ഓഫ് 3 പെൻസിൽ ആൻഡ് 4 പെൻസ് 3x പ്ലസ് 4y ഈക്വൽ ടു 66 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. പിന്നെന്താ? 6x പ്ലസ് 3y ഈക്വൽ ടു 72 എന്ന് സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നോക്കി, ഇവിടെ ഏതെങ്കിലും കോഎഫിഷ്യന്റ് ഈക്വൽ ഉണ്ടോ? ഈക്വൽ ഇല്ല. ഈക്വൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ട് അത് കണ്ട് പഠിക്കുക. നോക്കി, 3 into 2 ചെയ്താൽ 6 വരും. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്നും കൂടി റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവാ. 3 2s are 6. 6x plus
4 2s are 8y equal to 66 into 2 132 ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തെഴുതുക. 6x plus 3y equal to 72. ഇക്വേഷൻ സോൾവ് ചെയ്യാലോ. 6xഉം 6xഉം ഉണ്ട്, സൈൻ ചേഞ്ച് ചെയ്യുക. പ്ലസ് 6xഉം മൈനസ് 6xഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 8y മൈനസ് 3y 8y മൈനസ് 3y ഈക്വൽ ടു 132 മൈനസ് 72. അതായത് 8y മൈനസ് 3y എന്ന് പറഞ്ഞാൽ 5y ഈക്വൽ ടു 132 മൈനസ് 72 എന്ന് പറയുന്നത് 60. അപ്പോൾ y ഈസ് ഈക്വൽ ടു 60/5 ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ 12 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇതിനകത്ത് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x plus 4y ഈക്വൽ ടു 66. ഓക്കെ, അതായത് 3x plus 4 into 12 is equal to 66. ഇനി അടുത്തത് 3x plus 48 equal to 66 എന്ന് കിട്ടി. Therefore 3x is equal to plus 48 അപ്പുറത്ത് minus 48. അപ്പൊ 66 minus 48. 3x is equal to 18 എന്ന് കിട്ടി. Therefore x is equal to 18/3 is equal to 6 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രൈസ് ഓഫ് പെൻസിൽ. പ്രൈസ് ഓഫ് പെൻസിൽ നമുക്ക് എന്ത് എഴുതാം? ₹6 എന്നും എഴുതാം അല്ലെ. 6 അല്ലേ കിട്ടി. നേരത്തെ പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് പെന്നിന്റെ പ്രൈസ് ഈസ് ഈക്വൽ ടു ₹12. അപ്പൊ മനസ്സിലായല്ലോ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The price of 4 pens and 3 pencils is 66 rupees and price of 7 pens and 3 pencils is 111 rupees. What is the price of pen and price of pencil? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്ത അതേ മോഡലിലെ പ്രോബ്ലംസ് തന്നെ. പ്രൈസ് ഓഫ് പെന്നിന് നമ്മൾ പ്രൈസ് ഓഫ് പെൻ നമ്മൾ എക്സ് ആയിട്ടും അതുപോലെ പ്രൈസ് ഓഫ് പെൻസിൽ നമ്മൾ എന്തായിട്ടും എടുത്തു? y ആയിട്ടും എടുത്തു. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. പ്രൈസ് ഓഫ് 4 പെൻ അതായത് 4x പ്ലസ് ആൻഡ് 3 പെൻസിൽ 3y ഈക്വൽ ടു 66. ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ? പ്രൈസ് ഓഫ് 7 പെൻസ് അതായത് 7x പ്ലസ് 3 പെൻസിൽ 3y ഈക്വൽ ടു 111. ഇതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഇക്വേഷൻ. സോൾവ് ചെയ്യാലോ. ഇവിടെ നോക്കി, 3yയും 3yയും ഒരേപോലെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം. മൈനസ് മൈനസ് മൈനസ്. അപ്പോൾ പ്ലസ് 3y മൈനസ് 3y എന്ത് ആയിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 4x മൈനസ് 7x ഇസ് ഈക്വൽ ടു 66 മൈനസ് 111 എന്ന് കിട്ടി. ഇനി എന്താ? 4x മൈനസ് 7x അതായത് മൈനസ് 3x ഇസ് ഈക്വൽ ടു മൈനസ് 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 45 ഡിവൈഡഡ് ബൈ മൈനസ് 3. മൈനസും മൈനസും കൂടി പ്ലസ് ആകും. ക്യാൻസൽ ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 15 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. നമുക്ക് കിട്ടും 4x പ്ലസ് 3y ഈക്വൽ ടു 66. 4 into 15 പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പൊ എന്ത് കിട്ടും? 60 പ്ലസ് 3y ഈക്വൽ ടു 66. ഇനി അടുത്ത് 3y കാണാൻ വേണ്ടിയിട്ട് 3y ഈക്വൽ ടു 66 മൈനസ് 60 അതായത് 3y എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അപ്പൊ y ഈക്വൽ ടു 6/3 ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സിന്റെ വാല്യൂ 15 എന്നും വൈയുടെ വാല്യൂ 2 എന്നും. അതായത് പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് ₹15. പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നത് ₹2. മനസ്സിലായല്ലോ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The perimeter of a rectangle is 26 centimeter. ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ ആണ്. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. ഇനി വേറൊരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിന്റെ ട്വൈസ് ആണ് ഈ റെക്ടാങ്കിളിന്റെ ലെങ്തും ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിന്റെ 3 ടൈംസ് ആണ് ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്. ഓക്കെ, അങ്ങനെയുള്ള ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 62 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ. ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇതിന്റെ 2 ടൈംസ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇത് 2x ഉം ഇത് എത്രയായിരിക്കും? ഇതിന്റെ 3 ടൈംസ്, അതായത് 3y ആണെന്നും തന്നിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ എത്രയാ? 26 ഉം ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 62. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ കാര്യം നമുക്ക് എടുക്കാം. അവിടുത്തെ ലെങ്ത് എത്രയാ? ലെങ്ത് എന്ന് പറയുന്നത് എക്സും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ എന്നും അറിയാം. നമുക്ക് എന്തറിയാം? പെരിമീറ്റർ എന്ന് പറയുന്നത് 26 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ് ഇസ് ഈക്വൽ ടു 26. അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26/2 അല്ലെ? 26/2 ഇസ് ഈക്വൽ ടു 13. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. അത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ കാര്യം നോക്കാം. രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താ? ലെങ്ത് എന്ന് പറയുന്നത് 2x ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 3y ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 62 ആണ് തന്നിട്ടുണ്ട്. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 2x ആണ്. അവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3y ആണ്. ഇസ് ഈക്വൽ ടു 62. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 62 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 31 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടിയല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്തെടുക്കാം. എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13, 2x പ്ലസ് 3y ഈക്വൽ ടു 31. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ ഇക്വേഷൻ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് റീറൈറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 26 എന്നും കിട്ടും. 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇനി എന്ത് ചെയ്യാം? സൈൻ ചേഞ്ച് ചെയ്യാം. പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ചെയ്യാം. 2y മൈനസ് 3y എന്ന് പറയുന്നത് മൈനസ് y ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? -5 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30. എക്സ് ഇസ് ഈക്വൽ ടു 13 മൈനസ് 5 ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടി. സോ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയെന്നും കിട്ടി? 5 സെന്റിമീറ്റർ എന്നും കിട്ടി. മനസ്സിലായോ സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന്? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ക്ലാസ് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. ഉടനെ തന്നെ അടുത്ത ക്ലാസ്സസ് അപ്ലോഡ് ആവുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.